ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതീക്ഷിനെ കാണാനായിട്ട് പോകാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ അനന്യയും അതുപോലെ തന്നെ അനിരുദ്ധും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ നേരം നോക്കി അങ്ങോട്ടേക്ക് അമ്മ വന്നു. അമ്മ വന്നതിന് ശേഷം കൊച്ചിനെ അനാഥാലയത്തിൽ വല്ലതും ഏൽപ്പിച്ച് ഇവന് ഡിവോഴ്സും ചെയ്ത് വേറെ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ളതിന് ഇവൾ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രേമ പറയുമ്പം അമ്മേ എന്നും പറഞ്ഞ് നീട്ടിയൊരു വിളി അങ്ങ് നമ്മുടെ അനന്യെ വിളിച്ചു. അപ്പോഴേക്കും സ്വരമോൾ അങ്ങോട്ടേക്ക് വന്നു. ഡാഡി അങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. ഡാഡി ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരട്ടെ കൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ മോള് കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനിരുദ്ധിനെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ അനന്യ സമ്മതിക്കാത്തത് കൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുക. അപ്പോഴേക്കും ഡാഡി പോയിട്ട് വരട്ടെ, ഡാഡി പോയി കൂട്ടുകാരനെ കണ്ടിട്ട് വരട്ടെ, നമുക്ക് മറ്റൊരു ദിവസം പോകാം എന്ന് അനന്യ പറയുമ്പോൾ പ്ലീസ് ഡാഡി എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോ മമ്മി, എന്നെ ഒന്ന് വിടും മമ്മി എന്നും പറഞ്ഞ് കൊച്ച് അനന്യയോട് പറഞ്ഞു. മോളോടല്ലേ പറഞ്ഞത് ഇന്ന് പോവണ്ടെന്ന്, ഇന്ന് പോയാലേ ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത, എനിക്ക് ഇന്ന് തന്നെ പോകണം എന്നും പറഞ്ഞ് സ്വരമോൾ നിർബന്ധം പിടിക്കുമ്പോൾ അനിരുദ്ധ് പറഞ്ഞു ഇന്നത്തേക്ക് മോള് വരണ്ട കേട്ടോ, ആ അങ്കിളിൻ്റെ വീട് എവിടെയാണെന്ന് ഡാഡിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ അങ്കിളിൻ്റെ വീടൊക്കെ ഡാഡി കണ്ടുപിടിച്ചതിന് ശേഷം മറ്റൊരു ദിവസം മോളെ കൊണ്ടുപോകാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് കൊച്ചിനെ ആ ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പം അനിരുദ്ധ അത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും കൊച്ചു പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്തായാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ നമ്മുടെ അനന്യ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അത് കേട്ട് സ്വരമോൾ അങ്ങ് പോയി. സ്വരമോൾ പോയപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രേമ വീണ്ടും അതും ഇതൊക്കെ പറയണം. അപ്പോൾ അനന്യ പറഞ്ഞു അവിടെ ചെന്ന് മോളെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ മോളെപ്പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് അനിരുദ്ധ് ചോദിക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അനിരുദ്ധ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞു പോവുകയാണ്. അനിരുദ്ധ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അനന്യയുടെ ചെവി കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് പ്രേമ അങ്ങോട്ടേക്ക് ചെന്നു. നിനക്കിതൊക്കെ എന്തിൻ്റെ അസുഖമായിട്ടാടി, നീ എന്തിനീ കാണിച്ചു കൂട്ടുന്നേ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോയെന്നും ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനന്യ അവിടെ നിന്ന് അങ്ങ് പോയി. പ്രേമ ചൂളി അവിടെ അങ്ങനെ നിൽക്കുക. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ സരസ്വതി അമ്മയും കൂടി ശീതളിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അമ്മയെ കാത്തു നിന്ന് മടുത്തു മകള്. ലാസ്റ്റ് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ രണ്ടുപേരും ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഓടി ഇറങ്ങി ചെന്നു. അമ്മേ എത്ര നേരമായി എന്നറിയാം, ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇവിടം വരെ വരണ്ട മോളെ, അപ്പം ആ ഒരു സമയമല്ലേ അമ്മ എടുത്തുള്ളൂ. ഓ ഞങ്ങളെ കാണാഞ്ഞിട്ട് നിനക്കെന്താ ഉറക്കം പോലും വരുന്നില്ലായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് നേരെ സരസ്വതി അമ്മ. അമ്മേ സച്ചിനകത്ത് കാത്തിരിക്കുക, അമ്മ കയറി വാന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അകത്തേക്ക് വിളിച്ചു കൊണ്ട് ചെല്ലുന്നു. ഇവർ കയറി ചെന്നപ്പോഴത്തേക്കും സച്ചിൻ ഇങ്ങോട്ടേക്ക് വന്നു. സച്ചിൻ വന്നപ്പോൾ ആഹാ അച്ഛമ്മയും അമ്മയൊക്കെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ഈ നാട്ടിൽ തന്നെ ഇല്ലായിരുന്നോ, ജയിലിലൊന്നും ആയിരുന്നില്ലല്ലോ, നിനക്കും അതുവഴിയൊക്കെ വരാമായിരുന്നല്ലോ, നിനക്ക് വന്ന് ഞങ്ങളെ കണ്ടുകൂടായിരുന്നോ എന്ന് സരസ്വതി അമ്മ ചോദിക്കാം. ഈ അച്ഛമ്മയുടെ തമാശയ്ക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ച നേരത്തേക്കും സച്ചിൻ. അപ്പോൾ അമ്മ എന്നോണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. സുഖമാണ് മോനെ, പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ അമ്മയെ കാണാനായിട്ട് വന്നിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സച്ചിൻ ഇങ്ങനെ പറയാം. അപ്പോൾ എല്ലാവരും എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നെന്നും പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലെന്നും പറഞ്ഞ് സുമിത്ര അന്നേരം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു. ചൊറിയുന്ന വർത്തമാനങ്ങളൊക്കെ ആയിട്ട് സരസ്വതി അമ്മ അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് കുടിക്കാനെടുക്കാനായിട്ട് ശീതളനോട് സച്ചിൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞിട്ട് സച്ചിൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സുമിത്രയ്ക്ക് കുടിക്കാനെടുക്കാനായിട്ട് ശീതള അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സുമിത്ര പറഞ്ഞു ഇപ്പോൾ ഒന്നും എടുക്കണ്ട മോളെ, ഇപ്പോൾ ദാഹിക്കുന്നു അല്ലെങ്കിൽ കുടിക്കാനൊന്നും വേണ്ട എന്ന് പറയും. സരസ്വതി അമ്മ ഇവളെപ്പോലെ ഒരു കിട്ടുന്നതും കൂടെ മേടിച്ചു തരികയില്ല എന്നങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ മോളിവിടെ ഇരിക്കുക സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ നമുക്ക് സംസാരിക്കാനൊക്കെ സമയമുണ്ടമ്മേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, ഇച്ചിരി കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ശീതൾ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് സുമിത്ര പലതും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സുമിത്രയ്ക്ക് പറ്റിയൊരു അവസരമാണിത്. കാരണം ഈ സച്ചിൻ എന്താണെന്നും സച്ചിൻ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അറിയാനും ഇതിലും പരം ഒരു അവസരം സുമിത്രയ്ക്ക് കിട്ടാനില്ല. സച്ചിൻ്റെ യഥാർത്ഥ സ്വഭാവം, സച്ചിൻ്റെ രീതികളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അതിനും കൂടെ സുമിത്ര ഈ സമയം വിനിയോഗിക്കും, അത് 100% ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര അവിടെ ഇരുന്ന് ഇതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന സമയത്താണ് പൂജയെ ഇഷ്ടമാണെന്ന് ദീപുവിനോട്
ദീപുവിനോട് തുറന്നു പറഞ്ഞ്, അല്ലെങ്കിൽ ദീപു മനസ്സിലാക്കി എന്നുള്ള ആ ഒരു ഇതിൽ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പങ്കജ് ദീപുവായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തം മകൻ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നിട്ട് കൂടി പൂജയെ പങ്കജിന് സെറ്റാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജിൻ്റെ കയ്യിൽ നിന്ന് പോലും ദീപു പൈസ മേടിക്കുന്നു. അത്രത്തോളം അധപ്പതിച്ചു പോയി ഈ പറയുന്ന ദീപു. അങ്ങനെ നിനക്ക് പൂജ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഞാൻ മുന്നിൽ നിന്ന് നടത്തിത്തരും. നിൻ്റെ അമ്മയുടെ കാര്യം തന്നെ നിനക്കറിയില്ല. അപ്പോൾ പങ്കജ് പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമല്ലാന്ന്. അപ്പം നിൻ്റെ അമ്മയുടെ കാര്യം തന്നെ നിനക്കറിയാമല്ലോ. എല്ലാം ഞാൻ കൂടെ നിന്ന് എല്ലാം ഞാൻ നടത്തി കൊടുത്തു. അതുപോലെ തന്നെയാണ്, അതിനേക്കാളൊക്കെ എത്രയോ സിമ്പിളാണെന്ന് അറിയോ ഈ കാര്യം ഞാൻ നടത്തി തരും എന്ന് പറയുന്നത് നടത്തി തരും. പക്ഷേ എന്നെ കാണേണ്ടതുപോലെ കാണണം. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്ന് സഹായിക്കണം. എങ്കിലും മാത്രമേ നീ ആഗ്രഹിച്ചതുപോലെ പൂജ നിനക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശാൻ അങ്ങ് പങ്കജിനെ ഭയങ്കര ഇതാക്കി അങ്ങ് പറയണം. അപ്പം ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞ് നമ്മുടെ പങ്കജ് ഇപ്പോൾ ആവശ്യം നടക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പൈസ എടുത്തു കൊണ്ടുവന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ ദീപുവിന് കൊടുക്കുക. അപ്പോൾ ദീപു ആ പൈസ കൈ നീട്ടി മേടിച്ചു. അപ്പോൾ പങ്കജ് പറഞ്ഞു, അങ്ങളെ കൈ നീട്ടി പൈസ മേടിച്ചിട്ട് എനിക്കിട്ട് പണിയരുത് കേട്ടോ, അല്ലെങ്കിൽ എന്നെ ചതിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം നീ എന്ത് വർത്താനാടാ മോനെ ഈ പറയുന്നത്? അങ്ങനെ ചതിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത്. എന്നെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? നിൻ്റെ അമ്മയ്ക്കൊപ്പം നിന്ന് ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, നിനക്കതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് നീ എന്നെ സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണരുതെന്ന് പറഞ്ഞു. എന്തായാലും ഈ പൈസ മേടിച്ച് ദീപു അങ്ങ് പോകുമ്പോഴേക്കും ഇതും കണ്ടുകൊണ്ട് അരവിന്ദൻ ഇറങ്ങി വരുന്ന അരവിന്ദൻ ദീപു എന്നും പറഞ്ഞൊരൊറ്റ വിളി. തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജിൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി, ദീപുവും വല്ലാതെയായി. ഈ സമയത്ത് ഇറങ്ങി വന്ന് നീ എന്തിനാ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ പങ്കജ് എനിക്ക് തന്നതാ. ഒരു കാര്യമില്ലാതെ പങ്കജ് എന്തിനാ നിനക്ക് പൈസ തരുന്നേ? അതിന് ഡാഡി എന്നോടൊരു സഹായം ചോദിച്ചു, ഞാനൊന്ന് കൊടുത്തതാണെന്ന് പറഞ്ഞപ്പം മോനെ പങ്കജേ, ഇവനെ നീ വിശ്വസിക്കരുത്. ഇവൻ എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഒന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഇവന് പൈസ നീ കൊടുത്തു എന്നങ്ങനെ നിൻ്റെ അമ്മ അറിഞ്ഞ രഞ്ജിത നിന്നെ വെച്ചേക്കല്ല, ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ ഡാഡിയായിട്ട് ഇത് അമ്മയോട് പറയാനൊന്നും പോവണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ദീപു ആണെന്നുണ്ടെങ്കിൽ കിട്ടിയ പൈസയും പോക്കറ്റിൽ വെച്ച് രഞ്ജിത അറിഞ്ഞാൽ ആദ്യത്തെ അടി തനിക്ക് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് അരവിന്ദനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാം. അപ്പോൾ പിന്നെ അരവിന്ദനൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ നൈസായിട്ട് കാര്യങ്ങൾ നടത്തിയെടുത്തതിന് ശേഷം ഇവൻ അവിടെ നിന്ന് മുങ്ങാനായിട്ട് നോക്കുന്നു. അതായത് ദീപു യാതൊരു മനസാക്ഷിയില്ല. കുടുംബത്തെയോ കൂടപ്പിറപ്പിനെയോ സ്വന്തം മകനെയോ ആരെയും വില വയ്ക്കാതെ പൈസയ്ക്ക് വേണ്ടി മാത്രമായി ഏത് നെറുകേടും ചെയ്യുന്ന രീതിയിലേക്ക് തരം താഴ്ന്നു പോയി ദീപു. അങ്ങനെ ദീപു ഇങ്ങനെ അവിടെ വിളഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുത്ത്. അപ്പോൾ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ ശീതളിൻ്റെ കൂടെ അടുക്കളയിലേക്ക് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ സുമിത്ര വീട് മുഴുവൻ പരതുക. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ സുമിത്ര അവിടെ എല്ലാം പരതി പ്രത്യേകിച്ച് സച്ചിൻ്റെ റൂമും സച്ചിൻ്റെ ഏരിയയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോട്ടിൽ നിറയെ കുറേ ഗുളികകൾ ഇരിക്കുന്നത് കണ്ടു, കുറേ മെഡിസിൻസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര അതിങ്ങനെ എടുത്ത് നോക്കി. ഇതെന്ത്? അപ്പോൾ അതൊന്നും പരിചയമില്ലാത്തത്, ഒരു അസുഖത്തിന് വേണ്ടി കഴിക്കുന്നതായുള്ള ഗുളികകളെല്ലാം മറിച്ച് വലിയ ടാബ്ലറ്റുകളൊക്കെ ആയിട്ടുള്ള ഗുളികകൾ ഇരിക്കുന്നു. അപ്പോൾ സുമിത്ര ഇതിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കുറേ ഉണ്ട്. എന്നിട്ട് അത് കയ്യിൽ കുടഞ്ഞിട്ട് നോക്കിയിട്ട് സുമിത്ര ഇതിങ്ങനെ അത് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ അതിലെ വരുന്നത്. സച്ചിൻ അതിലെ വന്നപ്പോൾ ഈ കാഴ്ച കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചിൻ ഞെട്ടി. കാരണം സുമിത്ര എങ്ങാനും കണ്ടുപിടിച്ചാൽ അവൻ്റെ സകല അടവും പൊളിയും എന്നുള്ള കാര്യം അവൻ അറിയാം. അതുകൊണ്ട് അങ്ങനെ സച്ചിൻ വന്ന് ആൻറ്റി എന്താ അവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ നോക്കി. ഒന്നുമില്ല മോനെ, ഈ മരുന്ന് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ അത് ഒരാവശ്യത്തിന് കഴിക്കുന്നതാണെന്ന് പറഞ്ഞപ്പം എന്താവശ്യത്തിന് കഴിക്കുന്നതാണെന്ന് സുമിത്ര ചോദിക്കാം. പിന്നെ സച്ചിനാണെങ്കിൽ ഒന്നും പറയാനില്ല. സച്ചിൻ കിടന്ന് ബപ്പപ്പ വയ്ക്കുവാണേ. സച്ചിൻ കിടന്ന് ഉരുണ്ട് കളിക്കാം. പിന്നെ സുമിത്ര അത് അത്ര വലിയ കാര്യമാക്കിയില്ല. കാരണം ഇവൻ്റെ മുന്നിൽ എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ സുമിത്രയ്ക്ക് ആ വഴി അടയും. അതുകൊണ്ട് തന്നെ സുമിത്ര വലിയ ഇതൊന്നും ആക്കിയില്ല. അല്ല ജസ്റ്റ് ഞാനിതൊന്ന് കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ മോനെ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര തലവേദന ആയിട്ടേ അപ്പം കഴിക്കാൻ പറ്റിയതാണോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണെന്ന് പറഞ്ഞ് സുമിത്രയും കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അപ്പോൾ സുമിത്ര പറഞ്ഞപ്പോൾ അതല്ല ആൻറ്റിക്ക് വേറെ തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ വേറെ എടുക്കാൻ പോവുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അമ്മയെ കഴിക്കാനൊക്കെ വിളിക്കുന്നു. ഇതൊന്നും അറിയാതെ പാവം അത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്തായാലും അമ്മയെ കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പം ആൻറ്റിക്ക് ഭയങ്കര തലവേദനയാണെന്നാണ് പറഞ്ഞ് ഞാനൊരു മെഡിസിൻ കൊടുക്കട്ടെ എന്നും പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ പറഞ്ഞു. അയ്യോ അമ്മ എന്താ അമ്മ പറ്റിയേ? പെട്ടെന്ന് എന്ത് തലവേദന വരാനെന്നൊക്കെ ചോദിച്ച് മകളിങ്ങനെ വേവലാതിയാവുന്നു. ആ സമയത്ത് സുമിത്ര പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മോളെ, ചിലപ്പോൾ വെയിൽ കൊണ്ടുവന്നതിൻ്റെ ആയിരിക്കും,
അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയണം. അപ്പോൾ അവരുടെ വീട്ടിൽ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ അനിരുദ്ധ് പ്രതീഷിനെ കാണാനായിട്ട് ജയിലിലോട്ട് ചെല്ലുന്നത്. ജയിലിലോട്ട് ചെന്നു. അനിയനെ കണ്ടപ്പോഴേക്കും ചേട്ടനും ഞെട്ടിയും ചേട്ടനെ കണ്ടപ്പോൾ അനിയനും ഞെട്ടി. രണ്ടുപേരും ഇങ്ങനെ ആ ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രണ്ടുപേരും കുറേ നേരം മുഖാമുഖം നോക്കി നിന്നു. ചെന്നിട്ട് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു. അപ്പോഴേക്ക് ചേട്ടന് സുഖമാണോ, എന്നാ വന്നേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ തന്നെ വന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ തന്നെ വന്നുള്ളൂ. അതെന്താ മോളെയും അനനേച്ചിയും കൊണ്ടുവരാതിരുന്നേന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ എന്തെന്ന് പറഞ്ഞാടാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. പിഞ്ചു കുഞ്ഞായിരുന്ന സ്വരയ്ക്ക് ഇതുപോലൊരു അച്ഛൻ ജീവനോടെ ഇരിക്കുന്നത് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മോളെ കാണാൻ എനിക്ക് കൊതിയായി എന്നും പറഞ്ഞുകൊണ്ട് പ്രതീഷ് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനാകെ ടെൻഷനായിട്ടോ. അപ്പോൾ അവൾക്കൊരു കുറവുമില്ല, അവളെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത്, നോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ സമാധാനത്തിലല്ലേ ഞാനിവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു വന്നതായിരുന്നെന്നും പക്ഷേ അതെന്തോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി എന്നുള്ള കാര്യം പ്രതീക്ഷ പറയുന്നത് കേട്ടപ്പോൾ അനിരുദ്ധ് ഞെട്ടിപ്പോയി. കാരണം പ്രതീക്ഷ എങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയാൽ നിമിഷം അങ്ങോട്ടേക്ക് വരും സ്വരമോളെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു പേടി അത് പെട്ടെന്ന് അനിരുദ്ധിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ അങ്ങ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ സുമിത്രയുടെ കാര്യങ്ങൾ ഇതൊക്കെ പറയുക. അപ്പോൾ അമ്മയുടെ ചടങ്ങുകൾ നടത്തണമെന്ന് എനിക്കുണ്ട്, അപ്പോൾ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറയുവാണ്. അപ്പോൾ പ്രതീക്ഷ നേരെ ഈ കാര്യവും പറഞ്ഞു. എന്തായാലും ആ കാര്യം, അതായത് രണ്ട് മക്കളും കൂടെ ചെന്ന് അമ്മയുടെ കർമ്മങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്കും മനസ്സിലായി. പിന്നെ ഇവരുടെ ഫ്ലാഷ് ബാക്ക് എന്താണോ സംഭവിച്ചത് അത് പൂർണ്ണമായൊരു വ്യക്തതയോടു കൂടിയല്ല എങ്കിലും ആ ഒരു കുറ്റത്തെപ്പറ്റിയും അതുപോലെ തന്നെ പ്രതീക്ഷ ഇതിനകത്താകാനുള്ള കാരണത്തെപ്പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ അനിരുദ്ധാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളെ പറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ദീപങ്ങളിൻ്റെ അടുത്ത് പോയ കാര്യങ്ങൾ അങ്ങനെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രതീഷ് ഭാര്യയെ കൊന്നിട്ടാണ് ജയിലിലായിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ സഞ്ജനയെ ഏത് രീതിയിൽ എങ്ങനെ കൊന്നു എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള വിഷയം. അപ്പോൾ അങ്ങനെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി കാണാം. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്